നമസ്കാരം. ഡ്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ഹാലൻഡിനെ പൂട്ടാൻ എൻ്റെ മോനെ പോലുള്ളവർ തന്നെ വേണം. കാരണം ഹാലൻഡ് വളരെ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അവനോട് ഫിസിക്കലി മുട്ടി നിൽക്കാൻ പറ്റിയ ആളുകൾ തന്നെ വേണം. പറയുന്നത് മാഴ്സലോ മെഗല്ലസ് ആണ്, അതായത് ഗബ്രിയൽ മെഗല്ലസിൻ്റെ പിതാവ്. ഇന്ന് ബ്രസീലും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എല്ലാവരുടെയും ഓർമ്മകളിലേക്ക് വരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ രണ്ട് താരങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഡ്യുവൽസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഇപ്പോൾ മാഴ്സലോ മെഗല്ലസ് സംസാരിക്കുന്നു. ESPN ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ രണ്ടുപേരുടെയും കളി കാണാറുണ്ട്. ഇപ്പം എൻ്റെ മോൻ ഹാലൻഡിനെതിരെ നേരത്തെയൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. രണ്ടുപേരും നന്നായിട്ട് പരസ്പരം ക്ലാഷ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ കളിയൊക്കെ കാണുമ്പോൾ ഞാൻ ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെക്കുറിച്ച് പരസ്പരം സംസാരിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഓഫ് കോഴ്സ് വളരെ ആങ്ഷ്യസ് ആവാറുണ്ട് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണുമ്പോൾ. എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട്, ഹാലൻഡ് വേഴ്സസ് ഗബ്രിയൽ എന്ന രൂപത്തിൽ. അപ്പോൾ അത് കൂടുതൽ പ്രഷർ ഉണ്ടാക്കും എന്നും ഞാൻ വിചാരിക്കുകയാണ്. അവൻ ഹാലൻഡിനെതിരെ കളിക്കാറുള്ളതാണ് പ്രീമിയർ ലീഗിൽ. ഹാലൻഡിനെതിരെ മാത്രമല്ല, മറ്റ് പ്രീമിയർ ലീഗ് സ്ട്രൈക്കേഴ്സിനെതിരെയും അവൻ കളിക്കാറുണ്ട്. ഒരുപാട് ഹാലൻഡിൻ്റെ കാലിബറുള്ള സ്ട്രൈക്കർമാർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വേറെയുമുണ്ട്. വാവ്, അവർ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴേ ദൈവമേ, ഞാൻ ദൈവത്തോട് ഒരർത്ഥത്തിൽ നന്ദി പറയാറുണ്ട്. ഗബ്രിയൽ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതിൽ. കാരണം ഹാലൻഡ് വെരി വെരി സ്ട്രോങ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ മാർക്ക് ചെയ്യണമെങ്കിൽ ഗബ്രിയലിനെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെ വേണം. അതാണ് ഞാൻ ഈ കാര്യത്തിൽ കാണുന്നത് എന്നാണ് ഇപ്പോൾ മാഴ്സലോ മെഗല്ലസ് പറയുന്നത്. അതായത് ഹാലൻഡിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഗബ്രിയലിനെ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെ വേണം, തൻ്റെ മോനെ പോലെയുള്ള ഒരാൾ തന്നെ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇന്നത് നടക്കുമോ? ഹാലൻഡ് അതെല്ലാം ഗോൾ വർഷം നടത്തുമോ? അതൊക്കെ ചോദ്യമാണ്. നോർവേ ടീം സ്വാഭാവികമായിട്ടും ബ്രസീൽ ടീമിനേക്കാൾ താഴെയാണ് അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എന്നുള്ളത് ശരിയാണ്. പക്ഷേ വേൾഡ് കപ്പിൽ ഒറ്റ ദിവസം കൊണ്ടൊന്നും സംഭവിക്കാം. ഇപ്പോൾ ഇന്നലെ കേപ്പ് വെറുതെ നമ്മൾ ഞെട്ടിച്ചില്ലേ? അത് ആഞ്ചലോ ടീം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറഞ്ഞു. ആരെങ്കിലും കരുതിയിരുന്നു കേപ്പ് വെറുതെ എങ്ങനെ കളിക്കുമെന്ന്? അപ്പോൾ ഇതാണ് ഈ വേൾഡ് കപ്പ്. വലിയ രൂപത്തിൽ ടീമുകളുടെ ഗ്യാപ്പ്, ഒരു ക്വാളിറ്റി ഗ്യാപ്പ് കുറഞ്ഞിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.